ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒന്ന് കമ്മ്യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ പഠിക്കാണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി, സമുദായം. അപ്പോൾ എന്താണ് സമുദായം എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മളൊന്ന് എന്ന ബോധത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. അപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക. അവരൊരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്നവരായിരിക്കും. അവർക്ക് നമ്മളൊന്ന് എന്ന ബോധം ഉണ്ടാവും. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മളൊന്ന് എന്ന വികാരത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ സംഘത്തിൻ്റെ പേരാണ് സമുദായം. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് കുറേ കാലം ജീവിക്കുമ്പോൾ ആ ജനങ്ങൾ തമ്മിൽ അടുപ്പുണ്ടാകും. അവരുടെ ആശയങ്ങളിലും ജീവിത രീതിയിലൊക്കെ ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സമുദായം എന്ന് പറയാം. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മളൊന്ന് എന്ന വികാരത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പിനെയാണ് സമുദായം എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു പ്രദേശത്ത് പൊതുവായ സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു സമുദായം ഉണ്ടാകും, അല്ലേ? സമുദായം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു പ്രദേശത്ത് ഒരുപാട് കാലം കുറേ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ ജനങ്ങൾ അവരുടെ ജീവിത രീതിയിലും അവരുടെ ആശയങ്ങളിലും, അല്ലേ, അവരെല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സമുദായം എന്ന് വിളിക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ സമുദായത്തിന് വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊന്ന് എന്ന വികാരത്തോടെ ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന സാമൂഹ്യ ഗ്രൂപ്പാണ് സമുദായം. ബൊഗാഡസ് പറഞ്ഞതാണ്. ഇതാണ് ഏറ്റവും നല്ല ഡെഫിനിഷൻ. കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല ഡെഫിനിഷനാണ് പറയുന്നത്. ബൊഗാഡസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറഞ്ഞാണ് നമ്മളൊന്ന് എന്ന വികാരത്തോടെ ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന സാമൂഹ്യ ഗ്രൂപ്പാണ് സമുദായം. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തത്, സാമൂഹ്യ പൊരുത്തപ്പെടലുകളോടെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഇടത്തെയാണ് സമുദായം എന്ന് മേക്കൈവർ വിളിക്കുന്നത്. സാമൂഹ്യ പൊരുത്തപ്പെടലുകളോടെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ഇടത്തെയാണ് സമുദായം എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് കുറേ കാലം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സമുദായം എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അവർ തമ്മിൽ സാമൂഹ്യ പൊരുത്തപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് മേക്കൈവറ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി, സമുദായത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ സമൂഹത്തിൽ ധാരാളം സാമൂഹ്യ ഗ്രൂപ്പുകളുണ്ട്, അല്ലേ? അതിൽ പെട്ട ഒരു സാമൂഹ്യ ഗ്രൂപ്പ് തന്നെയാണ് ഏത്? സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ സമുദായം ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, സാമൂഹ്യ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് ഏത്? സമുദായം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് നമ്മളൊന്ന് എന്ന ബോധത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ സംഘത്തെ ആണ് നമ്മൾ സമുദായമെന്ന് വിളിക്കാറുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കോളനി സമുദായത്തിന് ഉദാഹരണമായിട്ട് പറയാം, അല്ലേ? അതായത് നമ്മളെ നാട്ടിലേക്ക് അന്യനാട്ടിൽ നിന്ന് വന്ന തൊഴിലാളികൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു സമുദായമായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരു സമുദായം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ഗ്രൂപ്പാണ്. പക്ഷേ ആ സാമൂഹ്യ ഗ്രൂപ്പ് മറ്റ് സാമൂഹ്യ ഗ്രൂപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് ഏത്? കമ്മ്യൂണിറ്റി, സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഒരു ഗ്രൂപ്പ് സമുദായമായി മാറണം എന്നുണ്ടെങ്കിൽ അതിന് താഴെ പറയുന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ സമുദായത്തിൻ്റെ സവിശേഷതകളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ സമുദായത്തിൻ്റെ സവിശേഷതകൾ നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് ലൊക്കാലിറ്റിയാണ്, നിശ്ചിത പ്രദേശം. ഏതൊരു സമുദായത്തിനും ഏറ്റവും അത്യാവശ്യം വേണ്ട സംഗതിയാണ് ഒരു നിശ്ചിത പ്രദേശം വേണം. അപ്പോൾ ഒരു സമുദായം ഉണ്ടാവാൻ എന്ത് വേണം? ഒരു നിശ്ചിത പ്രദേശം വേണം. ഒരു നിശ്ചിത പ്രദേശത്ത് കുറേ കാലം ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുമ്പോഴാണ് അതൊരു സമുദായമായിട്ട് മാറുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശം എപ്പോഴും എന്തിനു വേണം? ഒരു സമുദായത്തിന് വേണം. അപ്പോൾ നിശ്ചിത പ്രദേശമില്ലാതെ മനുഷ്യബന്ധങ്ങൾ ഉണ്ടാവില്ല, ഒരു സമുദായവും ഉണ്ടാവില്ല എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മനുഷ്യരുടെ സംഘം, അല്ലേ? ജനങ്ങൾ വേണം. ഒരു നിശ്ചിത പ്രദേശം ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ ജനങ്ങൾ താമസിക്കുമ്പോഴാണ് അതെന്തായി മാറുക? ഒരു സമുദായമായിട്ട് മാറുക. അപ്പം മനുഷ്യരുടെ സംഘത്തെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. സമുദായം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അവരൊരു നിശ്ചിത പ്രദേശത്ത്
ആകുമ്പോൾ അതെന്തായിട്ട് മാറും? ഒരു സമുദായമായിട്ട് മാറും. ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ സംഘത്തെ, മനുഷ്യരുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശം മാത്രം പോരാ, അവിടെ ജനങ്ങളുണ്ടെങ്കിലേ അതെന്തായി മാറുള്ളൂ? ഒരു സമുദായം ആയി മാറുള്ളൂ. അപ്പോൾ മനുഷ്യരുടെ സംഘം ഏതൊരു സമുദായത്തിനും അത്യാവശ്യമാണ്. ചെറുതോ വലുതോ ആയ ജനങ്ങളുടെ സംഘമാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. അപ്പോൾ വലിയ സമുദായങ്ങളും ചെറിയ സമുദായങ്ങളൊക്കെ ഉണ്ട്. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? സമുദായം. അതുകൊണ്ട് സമുദായത്തിന് മനുഷ്യരുടെ സംഘം ആവശ്യമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് വിളിക്കുക? സമുദായം എന്ന് വിളിക്കുക. അപ്പോൾ നിശ്ചിത പ്രദേശം വേണം. രണ്ടാമത്തെ പ്രത്യേകത, മനുഷ്യരുടെ സംഘവും അവിടെ ഉണ്ടായിരിക്കണം. അതുമാത്രം പോരാ, ഇവർ ഒരു നിശ്ചിത പ്രദേശവും ജനങ്ങളും ഉണ്ടായാൽ അത് സമുദായം മാറൂല. സെൻസ് ഓഫ് മ്യൂച്വൽ സെൻറ്റിമെൻറ്റ് ഓർ വി ഫീലിംഗ്, അല്ലേ? അവർക്ക് നമ്മളൊന്നാണ് എന്നുള്ളൊരു ബോധം വേണം. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് ഉള്ള ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. അവർ സമുദായമാകണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു തോന്നൽ വേണം. എന്താണത്? നമ്മളൊന്നാണ് എന്നുള്ള ബോധം അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണം. അപ്പോൾ ഒരു സമുദായത്തിലെ അംഗങ്ങൾക്ക് നമ്മൾ ഒന്നാണ് എന്നുള്ള വികാരം അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത പ്രദേശവും വേണം, അവിടെ ജനങ്ങളും വേണം. ആ ജനങ്ങൾക്ക് നമ്മൾ ഒന്നാണെന്നുള്ള വികാരം അല്ലെങ്കിൽ ബോധം ഉണ്ടായിരിക്കണം. എന്നാലേ അത് സമുദായമാവും. ഇനി അടുത്തത് സ്റ്റേബിൾ ആൻഡ് പെർമനൻറ്റ്. സമുദായം സ്ഥിരതയുള്ളതായിരിക്കും, അല്ലേ? ഒരു നിശ്ചിത പ്രദേശത്ത് കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന ജനങ്ങളാണ് എന്തായിട്ട് മാറുക? സമുദായമായിട്ട് മാറുക. അപ്പോൾ ജനക്കൂട്ടം പോലെയല്ല, ഒരു ക്രൗഡ് പോലെ തൽക്കാലം അങ്ങാടിയിലൊക്കെ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സമരത്തിന് കൂടി നിൽക്കുന്ന ജനങ്ങളെപ്പോലെ, ഒരു ജനക്കൂട്ടത്തെ പോലെയല്ല, താൽക്കാലികമായിട്ടുള്ള ഒന്നല്ല എന്ത്? സമുദായം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരവാസം ഉറപ്പിക്കുന്ന ജനങ്ങളുടെ സംഘത്തെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. അപ്പോൾ സമുദായം എന്ന് പറയുന്നത് അതിന് സ്ഥിരത ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക പ്രദേശത്ത് കുറേ കാലം ഒരു കൂട്ടം ജനങ്ങൾ അവിടെ താമസിക്കുമ്പോഴാണ് അത് ഒരു സമുദായമായിട്ട് മാറുക. മനസ്സിലായോ? അപ്പോൾ സമുദായത്തിന് സ്ഥിരത ഉണ്ടാകും. അതൊരു ജനക്കൂട്ടം പോലെ പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് പിരിയുന്ന ഒരു സംഗതിയല്ല എന്ത്? സമുദായം എന്ന് പറയുന്നത്. അവർ അവിടെ ഒരുപാട് കാലം സ്ഥിരമായിട്ട് താമസിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പായിരിക്കും സമുദായം എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അതിന് സ്ഥിരത ഉണ്ടാകും, അല്ലേ? അഞ്ചാമത്തെ കാര്യം എന്താണ്? നാച്ചുറാലിറ്റി, സ്വാഭാവികത, അല്ലേ? സമുദായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് കുറേ കാലം ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായി വരുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് സമുദായം എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യന് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ക്ലബ്ബ് പോലെ, അല്ലേ, ഏതെങ്കിലും അസോസിയേഷന് പോലെ മനുഷ്യന് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജനങ്ങളുടെ കൂട്ടത്തെ അല്ല സമുദായം എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് കുറേ കാലമായിട്ട് താമസിക്കുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ്? സ്വാഭാവികമായിട്ടും അതൊരു സമുദായമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി സമുദായത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത നോക്കുക. ഷെയറിങ് സിമിലർ വേ ഓഫ് ലിവിങ്, അല്ലേ? പൊതുവായ ജീവിത രീതി, അല്ലേ? ഒരു സമുദായത്തിലെ അംഗങ്ങൾ പൊതുവായ ജീവിത രീതി ഉള്ളവരായിരിക്കും. അവർ ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, അവർ എല്ലാ കാര്യങ്ങളിലും ഏകദേശം ഒരുപോലെ ഉള്ള ജീവിത രീതി പിന്തുടരുന്നവരായിരിക്കും എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പൊതുവായ ഭാഷ, ആചാരങ്ങൾ, ഇതൊക്കെ ഒരു സമുദായത്തിൻ്റെ പ്രത്യേകതയാണെന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? അടുത്തത് ഒരു സമുദായത്തിൻ്റെ ഏഴാമത്തെ പ്രത്യേകത, സമുദായത്തിന് അതിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് കേട്ടോ. വഹിക്കാനുണ്ട് എന്നാണ്, അത് ടൈപ്പ് ചെയ്തപ്പോൾ പേച്ചു പോയതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സമുദായത്തിന് അതിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്, അല്ലേ? സമുദായം സമൂഹത്തിലെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ദീർഘകാലം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും ഒക്കെ സമുദായം നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാട്, നമ്മളെ ജീവിതം, ഇതൊക്കെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് നമ്മുടെ സമുദായത്തിനുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സമുദായത്തിനുണ്ട് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സമുദായം അതിലെ അംഗങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഇത് ഏഴാമത്തെ പ്രത്യേകതയാണ്. എട്ടാമത്തത് വാരിയിങ് ഇൻ സൈസ്. സമുദായം അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്, അല്ലേ? വലുതും ചെറുതുമായ സമുദായങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള വലിയ സമുദായങ്ങളുണ്ട്, ചെറിയ സമുദായങ്ങളും ഉണ്ട് എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 8 പ്രത്യേകതകൾ, 8 സവിശേഷതകൾ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ കമ്മ്യൂണിറ്റിക്ക് 8 പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സമൂഹവും സമുദായവും തമ്മിലുള്ള
വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാമത്തെ വ്യത്യാസം, സമൂഹത്തിന് ഐക്യബോധമോ നമ്മളൊന്ന് എന്ന വികാരമോ ആവശ്യമില്ല. അപ്പോൾ സമൂഹത്തിലെ അംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് നമ്മളൊന്ന് എന്നുള്ള വികാരം, നമ്മളൊന്ന് എന്നുള്ള ബോധം ആവശ്യമില്ല. പക്ഷേ സമുദായത്തിന് നമ്മളൊന്ന് എന്ന വികാരം കൂടിയേ തീരൂ. അപ്പോൾ സമൂഹത്തിന് അംഗങ്ങൾക്കോ സമൂഹത്തിനോ നമ്മളൊന്ന് എന്ന വികാരം ആവശ്യമില്ല. പക്ഷേ കമ്മ്യൂണിറ്റിക്ക്, സമുദായത്തിന് എന്ത് വേണം? നമ്മളൊന്ന് എന്ന വികാരം ഉണ്ടെങ്കിലേ സമുദായത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി രണ്ടാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കുക. സമൂഹത്തിനൊരു നിശ്ചിത ഭൂപ്രദേശം ആവശ്യമില്ല. അല്ലേ? കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം, ഗോത്ര സമൂഹം, മനുഷ്യനുള്ള എല്ലായിടത്തും സമൂഹങ്ങളുണ്ട്. അപ്പോൾ സമൂഹത്തിന് എന്ത് വേണ്ട? ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ സമുദായത്തിന് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു നിശ്ചിത പ്രദേശം വേണം. അപ്പോൾ സമുദായത്തിന് ഒരു നിശ്ചിത പ്രദേശം വേണമെങ്കിൽ സമൂഹത്തിന് എന്ത് വേണ്ട? ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ ആവശ്യമേ ഇല്ല. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത്തെ വ്യത്യാസം നോക്കുക. ഒരു സമൂഹത്തിൽ ഒന്നിലേറെ സമുദായങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ ഒന്നിലേറെ സമുദായങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു സമുദായത്തിനുള്ളിൽ ഒന്നിലേറെ സമൂഹങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വ്യത്യാസം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒന്നിലേറെ സമുദായങ്ങൾ ഉണ്ടാവാം, എന്നാൽ ഒരു സമുദായത്തിൽ, ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം. ഇനി നാലാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കുക. സമൂഹം എന്ന് പറയുന്നത് ഒരു കേവലമായിട്ടുള്ള ആശയമാണ്, അബ്സ്ട്രാക്റ്റ് ആണ്. സമൂഹം എന്ന് പറയുന്നത് കേവലാണ്. അതായത് നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത ഒന്നാണ് സമൂഹം എന്ന് പറയുന്നത്. സമൂഹം ഉണ്ടാവുന്നത് സാമൂഹ്യ ബന്ധങ്ങളിലൂടെയാണ്. സമൂഹത്തെ നമുക്ക് കാണാനോ ഒന്നിനും കഴിയില്ല, അല്ലേ? അപ്പോൾ സമൂഹം ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആശയമാണ്. അതായത് സമൂഹം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ സമുദായം അങ്ങനെയല്ല. സമുദായം സമൂർത്തമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അതിനൊരു നിശ്ചിത പ്രദേശമുണ്ട്, ഭൗതികമായിട്ടുള്ള നിലനിൽപ്പുണ്ട്. അതായത് സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ സമുദായത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ജനക്കൂട്ടായതുകൊണ്ട് അവരെ നമുക്ക് കാണാൻ പറ്റും. സമുദായത്തെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ സമൂഹം നമുക്ക് എവിടെയാണ്, അതിനൊരു പ്രത്യേക പ്രദേശമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് സമൂഹത്തെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല, അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സമൂഹം കേവലമായിട്ടുള്ള ഒരു ആശയമാണെങ്കിൽ സമുദായം സമൂർത്തമായിട്ടുള്ള, കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, സാമൂഹ്യ ബന്ധങ്ങളുടെ വലക്കെട്ടാണ് സമൂഹം. സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വെബിനെ, ഒരു വലക്കെട്ടിനെയാണ് നമ്മൾ സമൂഹം എന്ന് വിളിക്കുന്നതെങ്കിൽ വ്യക്തികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുക. മനസ്സിലായോ? സാമൂഹ്യ ബന്ധങ്ങളാണ് സമൂഹം ഉണ്ടാക്കുന്നതെങ്കിൽ വ്യക്തികളുടെ ഒരു ഗ്രൂപ്പിനെ, ഒരു കൂട്ടത്തെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 5 വ്യത്യാസങ്ങൾ ആരൊക്കെ തമ്മിലുണ്ട്? സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുണ്ട്. അതായത് സമൂഹവും സമുദായവും തമ്മിൽ 5 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഈ യൂണിറ്റിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.